ഏവർക്കും ജിഷ ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ഹിന്ദി സാഫ് സഫായി മേ അവൽ ഗാവ് എന്ന പാഠഭാഗത്തെ വർക്ക്ഷീറ്റാണ് നോക്കുന്നത്. ഓക്കെ, നോക്കാം. യഹാം ഗാവ് വാലോം കി കോൺ സി മനോദശ പ്രകട ഹോത്തി ഹേ. ഇവിടുത്തെ ഗ്രാമവാസികളുടെ എന്ത് മനോഭാവമാണ് പ്രകടമാകുന്നത്? ഗാവ് കി സാഫ് സഫായി കിസി പ്രകാർ സെ പ്രശാസൻ പർ നിർഭർ നഹി ഹേ. ഗാവ് കി സഫായി അപ്നാ കർത്തവ്യം മാനത്തെ ഹേ. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി അടുത്ത് നോക്കാം. ജീവൻ മേ നിരാഗ് രഹനെ കെ ലിയെ സഫായി ക്യാ അലാവ ക്യാ ഉപായ് ഹേ. എന്താണ്? ആരോഗ്യത്തോടെ ഇരിക്കാൻ ശുചിത്വത്തെ കൂടാതെ മറ്റെന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യണം? സ്വച്ഛ് പാനി പീനാ ചാഹിയെ, വ്യായാം കർണാ ഹേ, പിന്നെ പൗഷ്ടിക് ഭോജൻ അനിവാര്യ ഹേ, സമയ പർ സോനാ ചാഹിയെ. ഇനി അടുത്ത ഭാഗം നോക്കാം. എന്താണ്? मान ले मौलिनोग गाँव में पर्यटक आता है, वहाँ സൂചനാ ബോർഡ് ഹേ, വഹ് കൈസെ ഹോഗ. എങ്ങനെയാണ് സൂചനാ ബോർഡ് ഉണ്ടാക്കുക? അവിടെ തന്നിട്ടുണ്ട് സൂചനാ ബോർഡ് എന്ന. മൗലിനോഗ് എന്ന് പറഞ്ഞാൽ ഏഷ്യാക്ക സബ്സെ സാഫ് സുന്ദര ഗാവ് എന്നതിന് ഇനി എന്തൊക്കെ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ നോക്കാം. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാം? പ്ലാസ്റ്റിക് മത്ത് ഫാങ്കോ, പിന്നെ എന്താണ്? ഗാവ് മേ ഗന്ദഗി ന ഫൈലായി. ഓക്കെ, ഇനി അടുത്തത് എന്താ? അടുത്ത ഭാഗം പറയുന്നത് എന്താണ്? പൂർവ്വചക്ര സെ പ്രകൃതി കാ ബോझ कम हो जाते हैं, ചർച്ച करके പുനർചക്രം की സൂചി തയ്യാർ കരേ. എന്താ പുനർചക്രം എന്ന് പറഞ്ഞാൽ എന്താണ്? റീസൈക്കിൾ ചെയ്യുമ്പോൾ വേസ്റ്റ് കുറയും. അങ്ങനെ റീസൈക്കിൾ ചെയ്തെടുക്കാവുന്ന വസ്തുക്കൾ ഏതാണെന്ന് നമ്മൾ കണ്ടെത്താം. എന്താണ്? പ്ലാസ്റ്റിക് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല അലങ്കാര വസ്തുക്കൾ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ എന്താണ്? കൂടെ കച്ചറോം സെ എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും? ഗാത്ത്, രാസവളം ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അത് ടീച്ചർ അവിടെ തന്നിട്ടുണ്ട്, നോക്കുക. ഇനി അടുത്തത് അർത്ഥങ്ങൾ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. വാക്യങ്ങൾ, എന്താ അർത്ഥമുള്ള വാക്യങ്ങൾ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. അതും ടീച്ചർ അവിടെ തന്നിട്ടുണ്ട്, നോക്കാം. ഇനി അതിനുശേഷം അർത്ഥം ഉണ്ടാക്കാനൊക്കെ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. സാഫ് സഫായി ഹമാര ദായത്ത് ഹേ. അതുപോലെ നമുക്ക് ഉണ്ടാക്കാൻ സ്വച്ഛ് രഹേ സ്വസ്ഥ് രഹേ. ഓക്കെ, ടീച്ചർ താഴെ തന്നിട്ട് നോക്കുക, എഴുതുക. ഓക്കെ, ഇനി അടുത്തത് പോസ്റ്റർ ഉണ്ടാക്കാനാണ്. പോസ്റ്റർ ഉണ്ടാക്കുക. ഓക്കെ, ടീച്ചറിൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടീച്ചറിൻ്റെ അടുത്ത് ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.